അമ്മ അമ്മ എക്സാം പേപ്പർ കിട്ടി. എന്നിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് പേപ്പർ കഴിഞ്ഞ് നമ്മൾ റീഡിംഗ് ടൈം ഉണ്ട് 15 മിനിറ്റ്സ്. ഒക്കെ റീഡ് ചെയ്തപ്പോൾ എല്ലാം പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മറ്റേ വേസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഗ്രീൻ പെൻസിന്റെ ക്വസ്റ്റ്യനും ബ്ലൂ പെൻസിന്റെ ക്വസ്റ്റ്യനും എന്നുവെച്ചാൽ ഏത് പഠിക്കാം പോകണേന്നുള്ളത് അതെല്ലാം കറക്റ്റാക്കി. പിന്നെ ഗുഡ് ഹാബിറ്റ്സിന്റെ ഇത് അത് നമ്മൾ ഹെൽത്തി ഫുഡായിട്ട് ഗുഡായിട്ട് ഇരിക്കുന്ന ഹാബിറ്റ്സിന്റെ ഇത് അത് എഴുതി. പിന്നെ പേപ്പർ കിട്ടപ്പോൾ എല്ലാം വായിച്ച് ഓക്കെ എല്ലാം അറിയാനുള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞു മാഡം. ഞങ്ങൾ എഴുതാൻ തുടങ്ങി. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് പോകണല്ലോ, ടൈം ഒന്നും നോക്കണില്ല. ക്വസ്റ്റ്യൻ വായിച്ച് പോകണല്ലോ. ക്വസ്റ്റ്യൻ വായിച്ച് പോയി എഴുതി കഴിഞ്ഞപ്പോഴേക്കും എഴുതുന്നു ആകെ 2 പേജ് ഉണ്ടായുള്ളൂ. എന്നിട്ട് 4 സൈഡ് നോക്കുമ്പോ പേജ് കൊടുത്ത് എഴുതി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇടയിൽ ഒരു പേജ് ഉണ്ടോന്നൊക്കെ തോന്നി. ആ ഹോളിൽ ഫസ്റ്റ് എഴുതി കഴിഞ്ഞത് തന്നെ. പിന്നെ മാത്സ് ഒളിമ്പിയാഡിന്റെ ഇതും കിട്ടിയത്, ഓറൽ ടെസ്റ്റും ഉണ്ടായി. അപ്പോൾ ഗൈസ്, വിശേഷങ്ങളെല്ലാം അമ്മുക്കുട്ടി പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു കരുതുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അമ്മുക്കുട്ടിക്ക് ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. EVS എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. വളരെ പെട്ടെന്ന് തന്നെ എക്സാം എഴുതി കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ആൻസർ ഷീറ്റും റിസൾട്ടും വരുമ്പോൾ അറിയാം എന്താണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത എക്സാം എന്തായാലും നമുക്കൊരു 4 days ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് കരുതി കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ സഹകരണ അങ്ങാടി എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് നമ്മളെപ്പോഴും പെട്ടെന്ന് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അമ്മുക്കുട്ടിക്ക് വിശപ്പ്. എന്താ സംഭവം എന്നറിയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്മുക്കുട്ടിക്ക് ചെറിയൊരു വിശപ്പ് മിക്കപ്പോഴും ഉള്ളതാണ്. അങ്ങനെ അമ്മുക്കുട്ടിയുടെ വിശപ്പ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് കാക്കനാടുള്ള ബർഗർ സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ അമ്മുക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മുൻപ് നമ്മൾ 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, ഇത് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മുക്കുട്ടിയുടെ ചെറിയൊരു ഫണ്ണി മൊമെൻറ്റ്സ് ആയിരുന്നേ. ബർഗർ ഓർഡർ ചെയ്തിട്ടുള്ള വെയിറ്റിംഗ് ടൈമിൽ അമ്മുക്കുട്ടി ഒപ്പിച്ച പണിയാണ് കേട്ടോ. അമ്മുക്കുട്ടിയുടെ ഇത്തരം ഫണ്ണി മൊമെൻറ്റ്സ് എല്ലാം അമ്മുക്കുട്ടിയുടെ അതേ വൈബിൽ തന്നെയാണ് കേട്ടോ ഞാനും ആസ്വദിക്കാറുള്ളത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ മക്കളുടെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളും അവരുടെ കൂടെ ആസ്വദിക്കുന്നുണ്ടെന്ന് കാണുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഇന്ന് തീരുന്നതിന് മുൻപ് ഓർഡർ എത്തിയിട്ടോ. ചിക്കൻ ചീസ് ക്ലാസിക് ബർഗറാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അമ്മുക്കുട്ടിക്ക് ചീസി ബർഗറാണ് ഏറ്റവും ഇഷ്ടം. അറിയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടുത്തെ ബർഗർ അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്, നൈസാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മുടെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ജിമ്മിലേക്കാണ് കേട്ടോ. ഇപ്പോൾ കഴിച്ച കലോറിയെല്ലാം ബേൺ ചെയ്ത് കളയണ്ടേ. അപ്പോൾ ജിമ്മിൽ പോയിട്ടുള്ള വിശേഷങ്ങളും ജിമ്മിനെ കുറിച്ചുള്ള വിശേഷങ്ങളും പുതിയൊരു വീഡിയോയിൽ പങ്കുവെക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു. ലവ് യു ഓൾ.